അപ്പോ ഇന്നലെ സജീർ കൊപ്പം എന്ന് പറയുന്ന ഒരു ഗായകൻ, അത്യാവശ്യം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. പുള്ളിക്ക് ഒരു മകൻ ജനിച്ചു. അപ്പോൾ പുള്ളി അതിന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ ഞാൻ അവന്റെ അച്ഛനായി, ബേബി ബോയ്. അപ്പോൾ ഇതാണ് ഇതില് സാധാരണ തലയിൽ തലച്ചോറ് മാത്രമുള്ളവർക്ക് അദ്ദേഹം ഒരു അച്ഛനായി എന്നത് മാത്രമേ നമുക്ക് എല്ലാവർക്കും തോന്നൂ. പക്ഷേ അതെങ്ങനെ അച്ഛനായി, അച്ഛന്റെ പിതൃത്വം എങ്ങനെ വന്നു എന്നൊക്കെ സംശയിക്കുന്ന തലയിൽ സെപ്റ്റിക് വേസ്റ്റ് ഉള്ള കുറച്ച് ആൾക്കാരുടെ കമന്റുകൾ ഞാൻ വായിക്കാം. മുഹമ്മദ് ഷമീർ പറയുന്നത്, ഞാൻ അവന്റെ ബാപ്പയായി എന്ന് പറയാമായിരുന്നു. അസിയ മുംതാസ് പറഞ്ഞ പിതാവ് എന്നതായിരുന്നു വേണ്ടത്. പിന്നെ പറയുന്നു, കുറ്റിക്കോടിന്റെ ശബ്ദം, കാലത്തിനനുസരിച്ച് കോലം മാറും, അതുകൊണ്ടല്ലേ ഉപ്പ എന്ന് പറയേണ്ട സ്ഥാനത്ത് നീ അച്ഛൻ എന്ന് എഴുതിയത്. ഫൗസിയ ഫൗസി, പിതാവ് എന്ന് മതിയായിരുന്നു, ആർക്കും ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഗഫൂർ ഗൈസി, ഉപ്പ എന്ന് പറയണമായിരുന്നു, പിന്നെ കുട്ടീനെ ഒന്ന് എടുക്കാമായിരുന്നു. മാബ്രൂക്ക്, എന്താണ് ഉദ്ദേശം മനസ്സിലായില്ല. സാധാരണ കുട്ടിയെ അച്ഛന്മാർ എടുക്കാതെ ഒന്നും ഇരിക്കില്ല. പിന്നെ ഫൈസൽ പി എൻ, ഉപ്പ എന്ന് പറയൂ, അൽഹംദുലില്ലാ, അൽഫ് മബ്രൂക്ക്. അഷ്റഫ് ചീക്കോട്, അനുഗ്രഹം കൂടുമ്പോൾ തരുന്നവനെ മറക്കുന്നു, രക്ഷിതാവ് എന്നൊരു പദമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു, പള്ളിക്കൂടത്തിൽ പോകാത്തതിന്റെ കുറവ്. ആരാണ് പഠിക്കാത്തതിന്റെ കുറവ് എന്നുള്ളത് നമുക്കിപ്പോ ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. ഷിഹാബുദ്ദീൻ അബൂസിയ, ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിമായ ആരും അച്ഛനാകാറില്ല, ബാപ്പ ഉപ്പയാണ് ആകാറ്. നേരെ മറിച്ച് താങ്കൾക്ക് പിതാവ് എന്നും എഴുതാമല്ലോ സഹോ, അതിനാരും ഒന്നും പറയില്ലല്ലോ. എന്താ ചെയ്യാ, കാലം ഓക്കെ. സ്വന്തം ജോലിക്ക് വേണ്ടി സ്വന്തം അസ്തിത്വം വരെ പണയം വെക്കേണ്ട സ്ഥിതിയാണ് അല്ലേ ബ്രോ? വ്യൂവേഴ്സും ഫോളോവേഴ്സും അഥവാ കുറഞ്ഞാലോ? നട്ടലിന് പകരം വാഴപ്പിണ്ടി ആയാൽ പിന്നെ എന്ത് ചെയ്യാൻ? ബാബ മലപ്പുറം, ഉപ്പ എന്ന് പറയാൻ മടിയുള്ള നീ ഈ സ്ഥാനത്തിന് അർഹനല്ല. ഒരു മനുഷ്യന്റെ അവസ്ഥ. ഉപ്പ എന്ന് പറയാൻ കുറച്ചിലാണോ? ജല്ലു ടി പി. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുമോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കാണുന്നവരടുത്ത് ഞാൻ ചോദിക്കാം, ഭാഷയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ മതം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ലോകത്തിൽ ഒരു ഭാഷയും ഒരു മതത്തിനും സ്വന്തമല്ല. സംസ്കൃതമായാലും അറബിക്കായാലും ചൈനീസ് ആയാലും ഇംഗ്ലീഷ് ആയാലും ഫ്രഞ്ച് ആയാലും ഒരു മതത്തിനും ഭാഷ സ്വന്തമല്ല. മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ഭാഷയുടെ അടിസ്ഥാനത്തിൽ മതങ്ങൾ ആ ഭാഷ കടമെടുത്തുകൊണ്ട് പറഞ്ഞു എന്നാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം സെപ്റ്റിക് ടാങ്ക് വേസ്റ്റുകൾ തലയിലുള്ളവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. എടോ, ഒരു ഭാഷ നിങ്ങൾ സംസാരിക്കുന്നത് തന്നെ മലയാളമല്ലേ? നമ്മൾ മലപ്പുറത്ത് ഒരു ഹാജിയാരാണ്. അപ്പൊ നമ്മളെന്ന് പറയുന്നത് മുസ്ലിം ഭാഷയും ഞങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു ഭാഷയുമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഭാഷ വേർതിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊരു നികൃഷ്ടമായ മനസ്സാണ് നിങ്ങൾക്ക്. ഭാഷയിൽ മതം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾ എല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ ഏതൊക്കെയാണ് ഹിന്ദു ഭാഷ, ഏതൊക്കെയാണ് മുസ്ലിം ഭാഷ എന്ന് നിങ്ങൾ വേർതിരിച്ച് വെച്ചിട്ടുണ്ടോ? വാപ്പ, ഉപ്പ, ഉമ്മ, മമ്മി, ഡാഡി, അച്ഛൻ, അമ്മ, ഇതൊക്കെ ഓരോ ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ബാപ്പയും ഉപ്പയൊക്കെ മലയാളം തന്നെയാണ്. മലയാളം എന്തായാലും അള്ളാഹുവിന് അറിഞ്ഞുകൂടാത്ത ഭാഷയാണ്, പ്രവാചകനും അറിയില്ല. മലയാളം ഉണ്ടായിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആവുന്നുള്ളൂ. ഇക്കണക്കിന് നമ്മൾ നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷ തമിഴാണ്. പക്ഷേ തമിഴിനേക്കാൾ പഴക്കമുള്ള ഭാഷകൾ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ നിലവിലില്ല. 5000 വർഷമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഭാഷയാണ് തമിഴ്. എന്നാലും പഴയ തമിഴിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ സംസ്കൃതം, ഹിബ്രു, ഇത്തരം ഭാഷകളൊക്കെ ഉണ്ട്. അറബിക് ഭാഷയ്ക്ക് 1500 വർഷത്തിന് താഴെ പഴക്കമുള്ളൂ. ഇസ്ലാം മതത്തിന് പോലും 1200 1300 മുൻപ് ഒരു ചരിത്രമൊന്നും പറയാനില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള നിലവിലുള്ള എല്ലാ മുസ്ലിങ്ങളും തന്നെ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും മതപരിവർത്തനത്തിന് വിധേയമായവരാണ്. അതിൽ മുഹമ്മദ് നബി മാത്രമാണ് സ്വയം പരിവർത്തനം ചെയ്തത്. ബാക്കിയുള്ളവരെല്ലാം പ്രബോധനങ്ങൾ നൽകി തങ്ങളുടെ കൂടെ കൂട്ടിയതാണ്, അതിനു മുൻപുണ്ടായിരുന്ന ഒരു സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട്. ഇതിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, സ്വന്തം അസ്തിത്വം മറന്നുപോയി. എത്ര അസ്ഥികൾ നിങ്ങൾക്ക് പുറകിലോട്ട് എടുക്കാനുണ്ടാവും? അച്ഛന്റെ അമ്മയുടെ അസ്ഥി എടുക്കുക, അവരുടെ പുറകിൽ അവരുടെ അച്ഛന്റെ അമ്മയുടെ അസ്ഥി, അങ്ങനെ പുറകിൽ പോയി ഒരു 100 200 300 400 തലമുറ കഴിയുമ്പോഴുള്ള അസ്ഥി ആരുടെ അസ്ഥിയാണ്? എന്തായാലും മനുഷ്യൻ 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്, നമുക്കറിയാവുന്ന ചരിത്രം. അപ്പൊ ഈ 5000 വർഷം മുൻപ് ഉണ്ടായിരുന്ന ഏതൊക്കെയോ അച്ഛനമ്മമാർ, അവർക്കുണ്ടായ മക്കൾ, വേറെ അച്ഛനമ്മമാർക്കുണ്ടായ മക്കൾ, ഈ മക്കളൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വരുന്ന തലമുറകൾ ഉണ്ടായി ഇസ്ലാം മതം രൂപം കൊള്ളുന്ന സമയത്തും ഉള്ളത്. പിന്നെയും ഉണ്ടായി വന്നാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന തലമുറ നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ നിങ്ങൾ അസ്തിത്വത്തിൽ പോയി പിടിച്ചു നിൽക്കുന്നത്? ഏത് അസ്ഥിയിലാണ് നിങ്ങൾ പിടിക്കാൻ പോകുന്നത്? ഇത്തരം മണ്ടത്തരങ്ങൾ, കിഴങ്ങത്തരങ്ങൾ, ഒരു ചരിത്രബോധമില്ലാത്തവർ, ഒരുമാതിരി എന്താ പറയാ, 24 മണിക്കൂറും മതം തിന്ന് നടക്കുന്നവർ. അച്ഛൻ എന്ന വാക്കിന് പകരം ബാപ്പ എന്നായി പോയി കഴിഞ്ഞാൽ തകർന്നു പോകുന്നതാണ് നിങ്ങളുടെ മതവും അതിന്റെ സംസ്കാരവും എങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അത്രയും ബാലിശമാണോ? അത്രയും ദുർബലമാണോ നിങ്ങൾ? അതിൽ ബാക്കി ഈ അച്ഛനെ ഉപ്പയും വിടും, ബാക്കി എന്തെല്ലാം വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സംസ്കാരം എന്ന വാക്ക് ഉപയോഗിക്കുന്നു, അസ്തിത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഈ അസ്തിത്വം നിങ്ങൾക്ക് അറബിയിൽ എടുത്തൂടെ? അതിനും പുറകിലോട്ട് പോകണം. അറബിക്ക് എന്നൊരു ലാംഗ്വേജ്, അതിന്റെ പുറകിലോട്ടൊക്കെ എത്ര ലാംഗ്വേജുകളുണ്ട്. മനുഷ്യൻ ഭാഷ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അതില് നിങ്ങൾക്ക് മതം ഉണ്ടാക്കാനല്ല.
എന്തായാലും എനിക്കിതിൽ അത്ഭുതം തോന്നിയത് കേരളത്തിന്റെ മതേതര സംഘടനകളിൽപ്പെട്ടവരാരും തന്നെ പ്രതികരിച്ച് കാണുന്നില്ല. ഈ പട്ടിത്തീട്ടം തലയെ കൊണ്ട് നടക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് പറയാനാ? മനുഷ്യന് കാലാന്തരത്തിൽ പരിണാമം സംഭവിച്ചപ്പോൾ തലച്ചോറിൽ പരിണാമം സംഭവിക്കാതെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് പോയ ഒരു തലമുറയാണ് ഇതെന്നേ പറയാനുള്ളൂ. ആ തലമുറ ഇന്നത്തെ നമ്മുടെ തലമുറയോടൊപ്പം ട്രാവൽ ചെയ്യുന്നു എന്നതാണ് ആശ്ചര്യം.